നമ്മൾ അനാർക്കലിയൊക്കെ ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് കുറച്ച് കട്ടിക്ക് ഇതേപോലെ ഒരു പീസ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ താഴ്ഭാഗത്ത് പൈപ്പിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആദ്യം തന്നെ 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ലോങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്ത് പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ക്യാൻവാസ് പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് വിഡ്ത്തുള്ളതാണ്. ജെൻസിന്റെ പാന്റൊക്കെ തയ്ക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ റോള് ചോദിച്ചാൽ മതി. ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. വിഡ്ത്ത് കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് എടുക്കുന്ന സമയത്താണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങളുടെ അനാർക്കലിന്റെ താഴ്ഭാഗം എങ്ങനെയുള്ള ഷേപ്പാണോ ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുക്കുക. ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പീസ് എടുക്കരുത്. സ്ട്രെയിറ്റ് പീസ് എടുക്കുമ്പോൾ നിറയെ ചുളിവുകൾ വരും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു പീസിന്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിലും സീം അലവൻസ് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മളിവിടെ പൈപ്പിംഗ് കൊടുത്തതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് താഴെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചുളിവ് വരാത്ത രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.